ഉക്രൈൻ്റെ തിരിച്ചടിയിൽ റഷ്യയുടെ ചിറകൊടിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അത് ശരിയാണോ സർ? 100% ശരിയാണ്. കാരണം ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്കയ്ക്ക് പോലും വെല്ലുവിളിയായി നിൽക്കുന്ന റഷ്യ വല്ലാതെ തകർന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഡിഫൻസ് സൈറ്റുകൾ പറയുന്നത്. കാരണം റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ ഇതപര്യന്തമുള്ള സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തും അതിനുശേഷം റഷ്യൻ ഫെഡറേഷനായിട്ട് പുടിൻ്റെ നേതൃത്വത്തിൽ നിലകൊള്ളുമ്പോഴും റഷ്യ ഇത്ര മാരകമായ ഒരു തിരിച്ചടി ഒരിക്കലും നേരിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് റഷ്യൻ പേൾ ഹാർബറാണ് എന്ന തരത്തിലൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. പേൾ ഹാർബർ തുറമുഖത്ത് ജപ്പാൻ നടത്തിയതുപോലെയുള്ള ആക്രമണമാണ് റഷ്യയിൽ ഉക്രൈൻ നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേരിട്ട് ചിലന്തിയുടെ ആക്രമണം പോലെയാണ് ഈ ആക്രമണം ഉക്രൈൻ നടത്തിയത്. അത് സംബന്ധിച്ചിപ്പോൾ പറയുന്നത് റഷ്യയുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ ക്രൂസ് മിസൈൽ കാരിയറുകളാണ്. ക്രൂസ് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന കാരിയറുകൾ. റഷ്യക്ക് ഒരുപാട് വിമാനങ്ങളുണ്ട്. ആ വിമാനങ്ങളിൽ 34% നശിച്ചുപോയി. അപ്പോൾ ഒരു സൈന്യത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ സൈനിക ശേഷിയിൽ 34% നശിച്ചുപോയി എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ മാരകമായ പ്രഹരം എത്രയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട വിമാനങ്ങൾ ഒന്ന് Tu-22 M3 എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ, പിന്നെ തുപ്പലേവ് സൂപ്പർസോണിക് വിമാനങ്ങളുണ്ട്. തുപ്പലേവ് സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആദ്യകാല സൂപ്പർസോണിക് വിമാനങ്ങളാണ് Tu-95. പിന്നെയുള്ളത് A-15 എന്ന് പറയുന്ന സർവൈലൻസിനുള്ള വിമാനങ്ങൾ. അത് അവാക്സ് ആണ്, ആദ്യകാല അവാക്സ് ആണ്. അപ്പോൾ എന്തിനാണ് ഈ ആദ്യകാല അവാക്സ്, തുപ്പലേവ് പോലെയുള്ള ആദ്യകാലത്തെ സൂപ്പർസോണിക്കുകൾ റഷ്യ എന്തിനു ഉപയോഗിക്കുന്നു ചോദിച്ചാൽ, റഷ്യക്ക് ഈ ആണവ പോർമുന വഹിക്കാൻ പറ്റുന്ന സൂപ്പർസോണിക് ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ട്. പക്ഷേ അതുകൂടാതെ റഷ്യക്ക് ഒരു സ്റ്റാൻഡ് ബൈ ഉണ്ട്, പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ വിമാനങ്ങളിൽ തന്നെ ആണവായുധം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ തുപ്പലേവ്, ബെറിയേവ് എന്ന് പറയുന്ന A-50 തുടങ്ങിയ വിമാനങ്ങളിലാണ്. ഈ വിമാനങ്ങൾ ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ ഒരു രണ്ടാം നിര മിസൈലുകൾ ഉപയോഗിച്ച് ആണവാക്രമണം നടത്തുന്നതിനൊപ്പം തന്നെ വിമാനങ്ങൾ ഉപയോഗിച്ച് ആണവാക്രമണങ്ങൾ നടത്താൻ വേണ്ടി റഷ്യ കരുതി വച്ചിരുന്നതാണ് തുപ്പലേവ് സൂപ്പർസോണിക്ക്, പിന്നെ സർവൈലൻസിന് വേണ്ടിയിട്ടുള്ള ബെറിയേവ് എന്ന് പറയുന്ന A-50 കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ. ഈ വിമാനങ്ങൾ റഷ്യൻ, ഇപ്പോൾ നമ്മുടെ സുഖോയി ഒക്കെ റഷ്യയുടെ വിമാനം ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള വിമാനമാണെങ്കിലും കാലങ്ങളോളം ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് റഷ്യ എന്ത് ചെയ്യുന്നു, ഈ വിമാനങ്ങൾ തന്നെ ആദ്യകാല പതിപ്പുകളാണെങ്കിലും അത് നവീകരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തകർന്നു പോയി. ഇതെല്ലാമാണ് തകർന്നു പോയി. കാരണം 41 റഷ്യൻ വളരെ ഹൈലി ടെക്നിക്കലായിട്ടുള്ള വിമാനങ്ങൾ റഷ്യൻ വിമാനത്തിൻ്റെ ഒരു 18 വിമാനങ്ങൾ ഒരു സ്ക്വാഡ്രനാണ്. അപ്പോൾ 48 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 സ്ക്വാഡ്രനോളം എയർഫോഴ്സ് സ്ക്വാഡ്രനുകൾ റഷ്യക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശകലം വ്യത്യാസം വരും കണക്കിൽ. ഏതായാലും അത്ര ഭീകരമായ നഷ്ടം റഷ്യക്കുണ്ടായിരിക്കുന്നു. പക്ഷേ നോക്കൂ, ഇത്തരം വിമാനം ഇപ്പം തുപ്പലേവ്, ബെറിയേവ് തുടങ്ങിയ വിമാനങ്ങളുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പകരം വിമാനം മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ പോയി ഓടിപ്പോയി ഷോറൂമിൽ നിന്ന് മേടിക്കുന്നതല്ല വിമാനം. ഇത്രയും വിമാനങ്ങൾ ഒറ്റയടിക്ക് 41 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ 41 വിമാനങ്ങൾ എവിടെ നിന്ന് കിട്ടും? പ്രത്യേകിച്ച് ഈ പഴയ വിമാനങ്ങൾ ഇപ്പോൾ പ്രൊഡക്ഷനുമില്ല. അപ്പോൾ റഷ്യക്കുണ്ടായിരിക്കുന്ന നഷ്ടം പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമാണ്. ഇപ്പോൾ അമേരിക്ക, റഷ്യ, ചൈന എന്ന തരത്തിൽ 3 വൻശക്തികളെ പറയുന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ആക്രമണം കൊണ്ട് അമേരിക്ക, ചൈന, പിന്നെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളുടെ താഴത്തേക്ക് റഷ്യ പോയിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് ഇനി അത്ര പെട്ടെന്ന് വ്യോമസേനയുടെ കരുത്തിൽ റഷ്യക്ക് തിരിച്ചു വരാൻ കഴിയില്ല. റഷ്യക്ക് വലിയ ആർമിയുണ്ട്, വലിയ നാവികസേനയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ എന്തു ചെയ്യും? വിമാനങ്ങളില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യക്ക് കിട്ടിയിട്ടുള്ള, റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരം കിട്ടി തല പൊന്തിക്കാനാവാതെ നിൽക്കുകയാണ്. നമുക്ക് വലിയ ഖേദമുണ്ട്. കാരണം ഒരാവശ്യം വന്നാൽ ഇന്ത്യക്ക് എക്കാലത്തും സഹായകമായ നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ് വല്ലാത്തൊരു പതനത്തിലെത്തിയിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ തന്നെ ഇന്ത്യക്ക് റിലേ ചെയ്യാവുന്ന, എപ്പോൾ വേണമെങ്കിലും ആശ്രയിക്കാവുന്ന ഒരു ബന്ധമാണ് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ചിറകൊടിഞ്ഞ് നിൽക്കുന്ന ഒരു റഷ്യ ഇന്ത്യക്കും ഗുണകരമല്ല. കാരണം ഇപ്പോൾ വേറെ കാര്യമുണ്ട്, നമ്മളിപ്പോൾ സുഖോയിയുടെ 57 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ
റഷ്യയിൽ നിന്ന് വാങ്ങാൻ നിൽക്കുകയാണ്. നമുക്ക് S-400 അടുത്ത 2 ബാച്ച് കിട്ടാനുണ്ട്. ഇതെല്ലാം റഷ്യയിൽ നിന്ന് കിട്ടണം. ഇപ്പം സ്വന്തം വിമാനങ്ങൾ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ റഷ്യക്ക് വിമാനം മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ വല്ലാത്ത ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഈ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ റഷ്യ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് നമ്മളിനി കണ്ടറിയണം. കാരണം ഇനിയിപ്പോൾ അമേരിക്കയുടെ മുന്നിൽ പണ്ടത്തെ പോലെ മസിൽ പവർ കാണിച്ച് വാടാ എന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറയാനുള്ള ശേഷി ഇപ്പോൾ റഷ്യക്കുണ്ടോ? ഇല്ല. അത് സത്യമാണ്. അപ്പം റഷ്യൻ സ്ട്രാറ്റജിക് ബോംബർ ഫ്ലീറ്റുകളുടെ എണ്ണം 100-ൽ കുറവാണ്. അതിലാണ് ഈ പറഞ്ഞ പോലെ 41 എണ്ണം. റഷ്യയുടെ തന്ത്രപ്രധാനമായ ബോംബാക്രമണങ്ങൾ നടത്താൻ പറ്റുന്ന അതീവ പ്രഹരശേഷിയുള്ള വിമാനങ്ങൾ റഷ്യക്ക് 100 ഉള്ളൂ. അതിൽ 41 നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് റഷ്യയുടെ ഡാമേജ് വളരെ വലുതാവുന്നത്. പിന്നെ ഇത് നോക്കുമ്പോൾ ഈ ഓപ്പറേഷൻ എന്തൊക്കെ പറഞ്ഞാലും ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ബുദ്ധിയെ നമുക്ക് അഭിനന്ദിക്കാതെ തരമില്ല. യുദ്ധതന്ത്രത്തിൽ അവർ കാണിച്ച ഒരു മികവുണ്ട്. കാരണം 18 മാസം എടുത്ത് നടത്തിയ ഓപ്പറേഷനാണിത്. കാരണം നമ്മളിപ്പോൾ 117 ഡ്രോൺസ് FPV ഡ്രോണുകൾ എന്നാണ് ഇത് പറയുന്നത്. ആ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് നടത്തിയ ആക്രമണമാണ്. ഈ ഡ്രോണുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കണം. ഡ്രോണുകൾ കൂട്ടത്തോടെ പറന്നു വരുന്നതിന് സ്വാം ചെയ്യുക എന്നാണ് പറയുന്നത്. SWARM. അങ്ങനെ ഡ്രോണുകൾ കൂട്ടത്തോടെ പറന്ന് വന്നിട്ടാണ് അവരുടെ തന്ത്രപ്രധാനമായ ബെലേയ എന്ന് പറയുന്ന മിലിറ്ററി ബേസ്, അതായത് ഉക്രൈനിൽ നിന്ന് 4000 കിലോമീറ്റർ അപ്പുറത്താണ്. ഒലയന്യ അത് 2000 കിലോമീറ്റർ അപ്പുറത്താണ്. ഡയോഗിലോവോ 520 കിലോമീറ്റർ അപ്പുറത്താണ്. അത് ഡയോഗിലോവിനൊരു പ്രത്യേകതയുണ്ട്. സ്ട്രാറ്റജിക് ബോംബർ ഫോഴ്സ് ട്രെയിനിങ് സെൻ്ററാണ്. അതായത് തന്ത്രപ്രധാനപരമായ ബോംബാക്രമണങ്ങൾ നടത്താൻ പരിശീലനം നടത്തുന്ന എയർഫോഴ്സ് ബേസാണ് ഡയോഗിലോവയിലുള്ളത്. അതും തകർക്കപ്പെട്ടു. ഇയാനോവ അത് 800 കിലോമീറ്റർ ദൂരത്താണ്. ഇത്രയും സ്ഥലങ്ങൾ ആക്രമിച്ച് എയർബേസുകൾ നശിപ്പിക്കപ്പെട്ടു. അവിടെയാണ് ഈ 41 വിമാനങ്ങൾ തകർക്കപ്പെട്ടത്. ഉക്രൈൻക എന്ന് പറയുന്ന മറ്റൊരു എയർബേസ് കൂടെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. ഈ പറയുന്ന 5 എയർബേസ് സ്റ്റേഷനുകളിൽ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിപ്പം ഈ ഡ്രോണുകൾ സ്വാം ചെയ്ത് കൂട്ടത്തോടെ പറന്നു വരുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കണ്ടതാണ്. നമ്മളെന്ത് ചെയ്തു? നമ്മൾ S-400 ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഈ ഡ്രോണുകളെ വീഴ്ത്തിയത്. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. S-400 ഉപയോഗിക്കുന്നത് ഭയങ്കര ചിലവാണ്. നമ്മളത് എന്ത് ചെയ്തു? ആകെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ 11 തവണയും മാത്രമോ നമ്മൾ S-400 ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഒഫീഷ്യലിലല്ല, ഏതാണ്ട് അനൗദ്യോഗികമായിട്ട് പറഞ്ഞാൽ നമ്മൾ 11 തവണ. കാരണം ഓരോ തവണ S-400 ഉപയോഗിക്കുമ്പോഴും വലിയ ചിലവാണ്. അതുകൊണ്ട് നമ്മൾ ആകാശ് തീർ പോലെയുള്ള ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ, എന്തിന് സ്നൈപ്പർമാരെ വരെ ഉപയോഗിച്ചു. ഡ്രോണുകൾ വരുമ്പോൾ സ്നൈപ്പർ ഷാർപ്പ് ഷൂട്ടർമാർ വെടിവെച്ചുകൂടെ ഈ ഡ്രോണുകൾ വീഴ്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ഡ്രോൺ ആക്രമണം നമ്മൾ ചെറുത്തത്. പക്ഷേ റഷ്യക്ക് ഈ ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കാമായിരുന്നു. നമ്മൾ പറയും S-400 ഒക്കെ റഷ്യക്ക് ഉണ്ടായിട്ട് എന്ത് പറ്റിയെന്നുള്ളത്. കാരണം റഷ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ഡ്രോണുകൾ അതിർത്തിയിൽ നിന്നല്ല വന്നത്, റഷ്യക്കകത്തുനിന്നാണ് വന്നത്. ഈ റഷ്യയിലേക്ക് ഈ 4000 കിലോമീറ്റർ വരെ എങ്ങനെ കയറി വന്നു എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്നുള്ള ഈ പദ്ധതി ഉക്രൈൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ SBU, ഇപ്പം മൊസാദ് പോലെ തന്നെ CIA പോലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്തേക്ക് SBU എന്ന് പറയുന്ന ഏജൻസി വന്നിരിക്കുക. കാരണം നമ്മൾ ഓർക്കുന്നില്ലേ പേജർ ആക്രമണം ഞെട്ടിച്ചു കളഞ്ഞു. ഹിസ്ബുള്ളയെ അവർ കൂട്ടത്തോടെ അവരെ കൊന്നൊടുക്കി വലിയ തകർച്ചയുണ്ടാക്കി. ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ പേര് ലോക പ്രശസ്തമായി. ആ പേജർ ആക്രമണം ലോകത്തങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ വളരെ പേജർ ആക്രമണം പോലെ അതീവ തന്ത്രത്തോടെ ബുദ്ധിപരമായിട്ടാണ് SBU അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. SBU എന്ന് പറയുന്ന ഉക്രൈൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ലോകത്തിലെ മികച്ച ഒരു ആസൂത്രണം നടത്തിയ ഏജൻസി എന്നുള്ള ലെവലിലേക്ക് ഇതോടെ മാറിയിരിക്കുകയാണ്. അതായത് ഇവർ 1.5 വർഷത്തോളം എടുത്തു ഉക്രൈനിൽ നിന്ന് ട്രക്കുകൾ, റഷ്യയിലേക്ക് ചരക്കുകൾ കൊണ്ടുവന്ന ട്രക്കുകളിലേക്ക് ഈ ഡ്രോണുകൾ 117 ഡ്രോണുകൾ കയറ്റിവിട്ടു. അത് കയറ്റിവിട്ടത് ഈ ടെമ്പററി വീടുകളുണ്ടല്ലോ, താൽക്കാലിക വീട്, നമ്മൾ ടെമ്പററി ടോയ്ലറ്റ്സ് ഒക്കെ കൊണ്ടുപോകത്തില്ലേ, അതുപോലെ ട്രക്കുകളിൽ കയറ്റിവിട്ടത് ടെമ്പററി വീടുകളാണ്, താൽക്കാലിക വീടുകൾ. ഈ ക്യാമ്പുകളിലൊക്കെ താമസിക്കുമ്പോൾ ടെൻറ്റുകൾ പോലെയുള്ള റെഡിമെയ്ഡ് ടെൻറ്റുകൾ ട്രക്കുകളിൽ കയറ്റിവിട്ടു. റഷ്യയിലെ ഒരു കമ്പനി ഓർഡർ എടുത്തിരിക്കുകയാണ് ഈ ടെൻറ്റുകൾ. ഉക്രൈനിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നു? ഈ ടെൻറ്റുകൾ ഈ ട്രക്കുകളിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഈ ടെൻറ്റുകളുടെ മേൽക്കൂരയ്ക്ക് താഴെ മുഴുവൻ എന്തായിരുന്നു?
ഡ്രോണുകൾ, സ്ഫോടക വസ്തു നിറച്ച ഡ്രോണുകൾ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ട്രക്കുകൾ ഓടി ഹൈവേയിൽ വന്നിട്ട് ഈ എയർ ബേസുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഈ ട്രക്കുകളുടെ മേൽക്കൂര, കണ്ടെയ്നറുകളുടെ മേൽക്കൂര മാറുന്നു. ഈ താൽക്കാലിക വീടുകളുടെ മേൽക്കൂര ഓട്ടോമാറ്റിക്കായിട്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് മാറുന്നു. ഡ്രോണുകൾ പറന്നുപോയി ഈ പറയുന്ന വിമാനത്താവളങ്ങളിൽ ചെന്ന് കാമിസാക്ക ഡ്രോണുകളാണ്, ആത്മഹത്യാ ഡ്രോണുകൾ ചെന്ന് അവിടെ പൊട്ടിത്തെറിയുന്നു. അതാണ് സംഭവിച്ചത്. അതിനുശേഷം ഈ ട്രക്കുകളും പൊട്ടിത്തെറിച്ചു പോയി. കാരണം തെളിവൊന്നുമില്ല. അപ്പോൾ റഷ്യയിൽ നിന്ന് തന്നെ റഷ്യക്കകത്തൂടെ നോക്കണം, ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം ഉള്ളതെന്ന് പറയുന്ന രാജ്യത്ത് റഷ്യയ്ക്കുള്ളിലൂടെ 4000 കിലോമീറ്ററോളം ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ സഞ്ചരിച്ചു. അതിന് തീർച്ചയായും റഷ്യയിലുള്ള ചില ആളുകളുടെ സഹായം കിട്ടിയിട്ടുണ്ട്. റഷ്യക്കാരെ കൂടെ ഉപയോഗിച്ചിട്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ അതീവ വിദഗ്ധമായി നടത്തിയ ഒരു ആക്രമണം. റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ എയർ ഡിഫൻസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വല്ലാതെ റഷ്യയെ സംബന്ധിച്ച് വല്ലാത്ത ഒരു ദുരന്തമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ കരകയറും റഷ്യ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം റഷ്യ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും റഷ്യക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത, ഒരിക്കലും നികത്താൻ കഴിയാത്ത വലിയ ദുരന്തമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ പറയുന്നത് ഇനിയുള്ള യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടു, ഇനിയുള്ള യുദ്ധങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ കാലം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങൾ വിമാനങ്ങൾ ഉപയോഗിച്ചല്ല, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുദ്ധമാണ് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ റഷ്യയിൽ കണ്ട ഈ ആക്രമണം കൂടി വിളിച്ചു പറയുന്നത്. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആക്രമണത്തിലും കണ്ടത് ഡ്രോണുകളുടെ പ്രവാഹം, സ്വാം, കൂട്ടത്തോടെ ഡ്രോണുകൾ പറന്നു വരുന്നു. അതൊരു 100, 200, 500 ഡ്രോണുകൾ വന്നാൽ ഒരു അയൺ ഡോമിനും ഒരു ഡേവിഡ് സ്ലിങ്ങിനും ഒരു S-400നും പ്രതിരോധിക്കാൻ പറ്റില്ല. കാരണം അത്ര എല്ലാത്തിനെയും കൂടെ ഹിറ്റ് ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് ആയിരക്കണക്കിന് ഡ്രോണുകളെ പറപ്പിച്ച് വിട്ടാൽ ആർക്കും ഇസ്രായേലിന് പോലും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലേക്ക് യുദ്ധം മാറുകയാണ്. അപ്പോൾ ഏതായാലും റഷ്യ ഇതിനെ അതിജീവിക്കട്ടെ. റഷ്യൻ മണ്ണിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ റഷ്യൻ മണ്ണിലൂടെ സഞ്ചരിച്ച് ഉക്രൈന് ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഐതിഹാസികമായ ഒരു സുവർണ്ണ ലിപിയിൽ ചേർത്ത. ഞാൻ മനസ്സുകൊണ്ട് ഉക്രൈൻ്റെ പക്ഷമൊന്നുമല്ല, ഞാൻ റഷ്യൻ പക്ഷപാതിയാണ്. എന്നാൽ പോലും ഉക്രൈൻ്റെ ഈ ആസൂത്രണ മികവ്, വൈഭവം, അതായത് റഷ്യൻ മണ്ണിലൂടെ 4000 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് റഷ്യക്കാരെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു മികവ് തന്നെയാണ്. ഇന്ന് സെലൻസ്കി അഭിനന്ദനം അർഹിക്കുന്നത്. കാരണം സെലൻസ്കി നേരിട്ട് നടത്തിയ ഓപ്പറേഷനാണ്, 1.5 വർഷമായിട്ട് പ്ലാൻ ചെയ്തതാണ് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല ഇതേ സമയത്ത് മറ്റൊന്നുകൂടിയുണ്ട്. ഇന്നലെ ഈ ആക്രമണം നടന്നതിന് ശേഷവും ഇസ്താംബൂളിൽ റഷ്യൻ പ്രതിനിധിയും ഉക്രൈൻ പ്രതിനിധിയും തമ്മിലുള്ള സമാധാന ചർച്ച നടന്നിട്ടുണ്ട്. വെടിനിർത്തൽ തീരുമാനമായിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തടവിൽ പിടിച്ച ആളുകളെ വിട്ടയക്കാനുള്ള തീരുമാനമായി. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ കരുതിയത് ഒരുപക്ഷെ റഷ്യ അല്ലെങ്കിൽ പുടിൻ ക്ഷോഭിച്ച് ഇനി ചർച്ചയില്ല, ഒരു മാങ്ങാത്തൊലിയില്ല എന്നൊക്കെ പറയുമെന്നാണ് കരുതിയത്. പക്ഷേ പുടിൻ്റെ ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചില മൗനങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. റഷ്യ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഉക്രൈന് നേരെ ഒരു വെല്ലുവിളി പോലും ഉയർത്തിയിട്ടില്ല. സാധാരണ നീ കാണിച്ചില്ലേടാ, നിന്നെ മുടിച്ചുകളയോടാ, തെമ്മാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരേണ്ടത്. പക്ഷേ പുടിൻ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. 24 മണിക്കൂർ കഴിയുന്നു. പുടിൻ്റെ മൗനം വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ലോക ശക്തികൾക്കിടയിൽ വലിയ പ്രാമാണ്യമുണ്ടായിരുന്ന റഷ്യ ചിറകൊടിഞ്ഞ് നിൽക്കുകയാണ്. ചിറകൊടിഞ്ഞ റഷ്യ തകർന്നു, തീർന്നു. ഇനി പുടിനെ പുല്ലുപോലെ വകവച്ചാൽ മതി എന്ന് ട്രംപ് പോലും കരുതുന്ന സ്ഥിതി ഉണ്ടാവും. ഓർക്കണം, ട്രംപ് ഈ കഴിഞ്ഞ മാസം പുടിനെ ടെലഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയില്ല. വാഷിങ്ടണിൽ നിന്ന് മോസ്കോയിലേക്ക് കോൾ ചെയ്യുന്നു. ഫോൺ എടുത്ത ആൾ പറഞ്ഞു, ട്രംപാണോ? ശരി, പ്രസിഡന്റ് പുടിൻ ഒരു മീറ്റിങ്ങിലാണ്, 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞു. അതായിരുന്നു പുടിൻ. ആ പുടിനാണ് ഇന്ന് ചിറകൊടിഞ്ഞ്, ആ വാക്ക് നമ്മൾ പലതവണ ചിറകൊടിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ താൻ കഴിഞ്ഞു എന്ന് ലോകം മുഴുവൻ കരുതുന്ന ഒരു നിമിഷമാണിത്. അങ്ങനെയല്ല, ഞാൻ കഴിഞ്ഞിട്ടില്ല, ഞാനാണ് ലോകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി പുടിൻ എന്തു ചെയ്യും? അതിൻ്റെ ഉത്തരം പുടിൻ്റെ പക്കൽ പുടിന് മാത്രം പാസ്വേഡ് അറിയാവുന്ന ഒരു രഹസ്യ ബ്രീഫ് കേസിലാണ് ഇരിക്കുന്നത്. അതിലൊരു ബട്ടൺ അമർത്തിയാൽ ക്രെംലിനിൽ നിന്നോ മോസ്കോയിൽ നിന്നോ ജോർജിയയിൽ നിന്നോ സൈബീരിയയിൽ നിന്നോ ഒക്കെ ഒരുപക്ഷെ ആണവ പോർമുന വഹിക്കുന്ന മിസൈലുകൾ ഉക്രൈനിലേക്ക് പറന്നു എന്നേക്കാം. അത് സംഭവിക്കില്ലെന്ന് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കാവും അറിയാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.